പുന്നയൂർ പഞ്ചായത്ത് ആലാപ്പാലം സ്മൃതിപഥം ആധുനിക വാതക ശ്മശാനത്തോട് എക്കാലത്തും ശത്രുതാപരമായ സമീപനം സ്വീകരിച്ച UDF കള്ളപ്രചരണങ്ങളിൽ നിന്ന് പിന്മാറണമെന്ന് മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് TV സുരേന്ദ്രൻ ആവശ്യപ്പെട്ടു. ആധുനിക വാതക ശ്മശാനത്തിന്റെ പ്രവർത്തനം ഒരാഴ്ചയായി നിർത്തിവെച്ചിരിക്കുകയാണ്. സാങ്കേതിക ചെറിയ തകരാർ സംഭവിച്ചതാണ് കാരണം. എന്നാൽ ഇതിന്റെ പ്രവർത്തനം കാര്യക്ഷമമാക്കാൻ നിലവിലെ UDF പഞ്ചായത്ത് ഭരണസമിതിക്ക് കഴിയുന്നില്ല എന്നതാണ് വാസ്തവം. കേരളത്തിലെ ഏറ്റവും പ്രമുഖമായ സർക്കാർ ഏജൻസി റെയ്ഡ്കോയാണ് ശ്മശാനം നിർമ്മാണം നടത്തിയത്. വിളിച്ചാൽ വിളിപ്പുറത്തുവന്ന് തകരാറുകൾ നീക്കി ശ്മശാനം പ്രവർത്തനക്ഷമമാക്കുമെന്നിരിക്കെ അവരെ വിളിച്ചുവരുത്തി പ്രശ്നം പരിഹരിക്കുന്നതിന് നേതൃത്വപരമായ പങ്കുവഹിക്കാൻ പഞ്ചായത്ത് ഭരണസമിതിയിൽ ഒരാളില്ല എന്നതാണ് ശ്മശാന തകരാറ് നീണ്ടുപോകാൻ കാരണമായത്. മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് പറഞ്ഞു. മിഷണറികൾ പ്രവർത്തിക്കുമ്പോൾ തകരാറിലാവുക സ്വാഭാവികമാണ്. നിർവഹണ ഏജൻസിയിൽ നിന്ന് 1 വർഷ ഗ്യാരണ്ടിയോടെയാണ് ശ്മശാനം നിർമ്മിച്ചിട്ടുള്ളത്. ശ്മശാനത്തോട് എക്കാലവും ശത്രുതാപരമായ സമീപനം സ്വീകരിച്ച UDFും മുസ്ലിം ലീഗും അത് തുടരുകയാണ്. BPL കുടുംബങ്ങൾക്ക് സൗജന്യ നിരക്കിൽ നൽകണമെന്ന ആവശ്യം നിരാകരിച്ചതും ശ്മശാന നവീകരണത്തിനായി ഒരു ചില്ലിക്കാശ് പോലും പ്രഥമ ബജറ്റിൽ ഉൾപ്പെടുത്തിയിട്ടില്ല എന്നതും ഇതിൻ്റെ ഉദാഹരണമാണ്. യഥാർത്ഥ പ്രശ്നങ്ങളിൽ നിന്ന് ശ്രദ്ധ തിരിച്ചുവിടാനാണ് ശ്മശാനം തകരാറിലാണെന്നും അഴിമതിയാണെന്നുമുള്ള വാർത്തകൾ പ്രചരിപ്പിക്കാൻ ഇവർ ശ്രമിക്കുന്നത്. ഇത് ശ്മശാനത്തിൻ്റെ പ്രവർത്തനം തകർക്കാനുള്ള ഗൂഢാലോചനയുടെ ഭാഗമാണെന്നും മുൻ പ്രസിഡന്റ് TV സുരേന്ദ്രൻ കുറ്റപ്പെടുത്തി. 1 വർഷക്കാലത്തെ ഗ്യാരണ്ടിയുണ്ട്. 1 വർഷം കഴിഞ്ഞാൽ AMC വെച്ചാൽ ബന്ധപ്പെട്ട കമ്പനി തകരാറുകൾ ഉണ്ടാകുമ്പോൾ നേരെയാക്കും. ഇവിടെ സംഭവിക്കുന്നത് ഈ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ ഒരു മിഷണറി പ്രവർത്തിക്കുമ്പോൾ അതിന് തകരാറുണ്ടാവുക സ്വാഭാവികമാണ്. തകരാറുണ്ടാകുന്ന യഥാസമയം പ്രശ്നങ്ങളിൽ ഇടപെട്ട് പരിഹരിക്കാനുള്ള ഭരണ സംവിധാനമില്ല എന്നുള്ളതാണ് ഇപ്പോൾ നിലനിൽക്കുന്ന പ്രശ്നം. ആ പ്രശ്നത്തിനാണ് പരിഹാരം കാണേണ്ടത്. അടിസ്ഥാനമില്ലാത്ത ആക്ഷേപങ്ങൾ ഉന്നയിച്ച് ഇത്തരം വലിയ സംരംഭങ്ങളെ തകർക്കാൻ ശ്രമിക്കുന്നത് ബന്ധപ്പെട്ട ഗുണഭോക്താക്കൾ തന്നെ ജാഗ്രതയോടെ കാണണം എന്ന് സവിനയം അഭ്യർത്ഥിക്കുകയാണ്.